നമസ്കാരം. ഞാൻ ഡോക്ടർ ഭവ്യ എസ് കുമാർ, കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, മുത്തൂറ്റ് ക്യാൻസർ സെന്റർ, കോഴഞ്ചേരി. എല്ലാ വർഷവും മെയ് 8-ാം തീയതി നമ്മൾ അണ്ഡാശയ ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ അണ്ഡാശയ ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ ചികിത്സ കൊടുക്കുകയും ചെയ്യുക എന്ന ആശയത്തിൽ ഊന്നിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഒവേറിയൻ ക്യാൻസറിനെ പലപ്പോഴും നമ്മളൊരു സൈലന്റ് കില്ലർ ആയിട്ടാണ് വിശേഷിപ്പിക്കാറ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നിസ്സാരമായി നമ്മൾ തള്ളിക്കളയാറുള്ള ലക്ഷണങ്ങളാണ് ഒവേറിയൻ ക്യാൻസറിന്റെ സൂചനകളായി മാറിയേക്കാവുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗ്യാസ് വന്ന് വയറ് കമ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊടവയറ് പെട്ടെന്ന് വലുതാകുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും വിശപ്പ് മാറുന്നു, വിശപ്പില്ലാതെയാകുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിക്കാനേ പറ്റുന്നുള്ളൂ, വിട്ട് അടിവയറ്റിലൊരു ചെറിയ വേദന, അല്ലെങ്കിൽ വിട്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക. ഇതെല്ലാം പലപ്പോഴും നമ്മൾ ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ വലിയ കാര്യമായി കണക്കിലെടുക്കാറില്ല, ഇവയെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകാരണമായ വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ, ക്ഷീണം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വിദഗ്ധ വൈദ്യസഹായം തേടുകയും ആവശ്യമുണ്ടെങ്കിൽ തുടർ പരിശോധനകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഇങ്ങനെ നമുക്ക് ഒവേറിയൻ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ഒവേറിയൻ ക്യാൻസർ മറ്റു മിക്ക ക്യാൻസറുകൾ പോലെയും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാൻസറിനെ പേടിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല, ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ നേരത്തെ എടുത്ത് അതിനെ ധൈര്യമായി നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒവേറിയൻ ക്യാൻസർ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീ പോലും ചികിത്സ വൈകുന്നത് മൂലം മരണപ്പെടാൻ പാടുള്ളതല്ല. നോ വുമൺ ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന ഈ വർഷത്തെ തീമിനെ നമുക്ക് അന്വർത്ഥമാക്കാൻ ശ്രമിക്കാം. നന്ദി.